മോർണിംഗ് മിസ്റ്റർ ഹലോ മിസ്റ്റർ ബോബി വർഗീസ്. ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് സീറ്റ് ആണോ? ഇരിക്കൂ, ഇരുന്ന് സംസാരിക്കാം. രാവിലെ എന്തായിരുന്നു? വെള്ളയപ്പം റോസ്റ്റും. അതല്ല, രാവിലെ വലിയ ബിസി. അതാ, അത് രണ്ട് ബാക്കി സഞ്ചാരന്മാരെ കസ്റ്റഡിയിൽ എടുക്കാൻ വേണ്ടി പോയതാ. സർക്കാർ നേരിട്ട് വന്ന കേസായതുകൊണ്ട് ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ഇല്ല എന്ന് പറഞ്ഞതാ, എന്നിട്ട് എന്നെ തലയെ കെട്ടിവെച്ച്. 6 കോടി രൂപയുടെ ആയുധടപാടിന്റെ കേസാണ്. ഇതിന്റെ പിറകിൽ മറ്റവരെ പ്ലേ ഉണ്ട്. അമേരിക്ക. പിന്നെ ഒരു കാര്യം, വളരെ സീക്രട്ട് ആയത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ ഞാൻ കുറെ കാര്യങ്ങളോട് പറഞ്ഞു തന്നെ. അല്ല, താമന്ന കാര്യം പറഞ്ഞില്ലല്ലോ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് തന്നോട് സംസാരിക്കാനുണ്ട്. ടെൽ മീ ട്രൂത്ത്. എനിക്കൊരു ആത്മാർത്ഥ സുഹൃത്തുണ്ട്, വൺ മിസ്റ്റർ രാജീവ് മേനോൻ. പുള്ളിക്കാരനും ഭാര്യയുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അവർക്കൊരു കുട്ടിയുണ്ട്. ഒടുവിൽ കുടുംബ കോടതി ഇടപെട്ട് കുട്ടിയെ അമ്മയ്ക്ക് വിട്ടുകൊടുത്തു. ഇപ്പോൾ ആ കുട്ടിയെ കാണാനില്ല. ചൈൽഡ് മിസ്സിംഗ്. അപ്പോ ബേബീസ് ഡേ ഔട്ടിന്റെ കാസറ്റ് കാണേണ്ടിയിരിക്കുന്നു. ഈ കുട്ടി എവിടെ ഉണ്ടെങ്കിലും അത് കണ്ടുപിടിക്കേണ്ട ചുമതല തന്നെ ഏൽപ്പിക്കാനാണ് ഞാൻ വന്നത്. ഈ കേസ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു തുമ്പി കല്ലെടുക്കുന്നത് പോലെ നിസ്സാരമാണ്. ആട്ടെക്കുട്ടിയുടെ പേര് സച്ചിൻ. ആ കുട്ടി ഇപ്പൊ എവിടെയുണ്ട്? അത് കണ്ടുപിടിക്കാനല്ലേ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. 50,000 രൂപ അഡ്വാൻസ്. ആ കുട്ടി ലോകത്ത് എവിടെ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ഈ OPR കണ്ടുപിടിച്ചിരിക്കും. ധൈര്യമായിട്ട് പൊക്കോ. പിന്നെ ഒരു പ്രധാന കാര്യം. എന്താ? ഞാനാണ് ഈ കേസ് അന്വേഷിക്കുന്നതെന്ന് ഒരു കാരണവശാലും ആ കുട്ടി അറിയാൻ പാടില്ല. പൊക്കോ. അപ്പോ നീ പറഞ്ഞാലും നിന്റെ മോൾ അനുസരിക്കില്ലെന്നാണോ? ഞാൻ ആവുന്നതും പറഞ്ഞു നോക്കി അച്ഛ. മോളെ, ഇങ്ങനെ കുടുംബത്തിൽ അപമാനം ഉണ്ടാക്കുന്നതിലും നല്ലത് വല്ല ട്രെയിനിലും തലവെച്ച് ചാകുന്നതാ. അയ്യോ അച്ഛ. ഹലോ, എന്റെ ഓഫീസല്ലേ? ആ കുട്ടിയുടെ അമ്മയും അപ്പൂപ്പനും ഈ വണ്ടിക്ക് തലവെക്കും. ഉടൻ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ. പരിപാടിയുടെ ഈ ഭാഗം നിങ്ങൾക്കായി സ്പോൺസർ ചെയ്തിരിക്കുന്നത് വെട്ടുകത്തി ഫൈനാൻസിയേഴ്സ് ആൻഡ് റോയൽ പാറ്റ ഗുളികാസ്. TV സീരിയലായിരുന്നു ഞാൻ. ഞാൻ പിന്നെ വരാം. ഈ സ്റ്റെയർ കേസ് ഇവിടെ ഉണ്ടാകുന്ന നന്നായി. ഇല്ലെങ്കിൽ കയറ് കെട്ടി ഇറങ്ങേണ്ടി വന്നേനെ. ഇതായിരിക്കും ആ പയ്യന്റെ ബെഡ്റൂം, അതായത് കിടക്കമുറി. അയ്യേ, കിടക്കമുറിയാണ്. കൊച്ചു കള്ള, എന്തിനാ ഇത്ര ധൃതി? അയ്യോ, മുതലാളി ചുമക്കുന്നു. ഉണന്നെന്നാ തോന്നേ. ഇത് തന്നെ അവന്റെ മുറി. ഇൻസുറൻസ് ബോക്സാ. ഇത് തന്നെയാണ് സച്ചിന്റെ ഡ്രസ്. ഇത് തന്നെ. ഇതിരിക്കട്ടെ. അവന്റെ ഒരു വിരലടയാളം കൂടി കിട്ടിയിരുന്നെങ്കിൽ. ദാക്ഷായണി, നീ ഇതെവിടായിരുന്നു? ഞാൻ മുതലാളിയുടെ ചുമ കേട്ടിട്ട് ഇപ്പഴല്ലേ ചേട്ടന്റെ അടുത്തുനിന്ന് പോയത്. അതിന് ഞാൻ ഇപ്പഴല്ലേ ഇവിടെ വന്നത്. ഓ, നീ എന്താ ഇങ്ങനെ? അല്ലേ ഈ ആണുങ്ങളൊക്കെ ഇങ്ങനെയാ. വെള്ളം അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു വെളിവും ഉണ്ടാകത്തില്ല. ഓ, അത് നിന്റെ ഒരു തോന്നലല്ലേയോടി എന്റെ പൊന്നു ദാക്ഷായണി. മോനോട് ഞങ്ങൾ ഇപ്പൊ വരാം.
കണ്ണിലെന്താണോ? ആരാ? അത് തന്നെ എനിക്കും അറിയേണ്ടത്. നീ ആരാ? സച്ചിൻ. കയ്യിലെവിടെ? 2, 1.5 അടിയും കൃത്യം. ഓന്റെ അച്ഛനും അമ്മയും അവര് രണ്ട് വഴിക്ക് പോയി. My God! എന്റെ ഈശ്വര, ഡോക്ടർ കൽപ്പിച്ചതും പേഷ്യന്റ് ഇച്ഛിച്ചതും നിൽക്കന്നെ. മോനെ, മാമന്റെ കൂടെ വാ. എന്തിനാ? മോനെ ഞാൻ കപ്പയും മീനും പപ്പയും മമ്മിയും കാണിച്ചു തരാം. പപ്പയും മമ്മിയും വരും. വരും. അവര് ഡൈവേഴ്സ് ആയി പോയില്ലേ? മാമന്റെ കൂടെ വാ. തനിക്ക് എന്താ കാര്യം? ദേ, ഈ അനാഥ കുട്ടിയുടെ കാര്യത്തിൽ താൻ ഇടപെടാൻ പാടില്ല. അനാഥ കുട്ടിയോ? ഇത് ഞങ്ങളുടെ കുട്ടിയാ. എന്താ തെളിവ്? ഒന്ന് മാറിയേ. വാമനെ 3.5 അടി 1 അടി. സച്ചേ മോനെ, സച്ചേ മോനെ, സച്ചിനെ സച്ചേ. ആഹാ. എന്താടാ, എന്ത് പറ്റി? എന്നെ പിടിക്കാൻ ഒരാള് വരുന്നു. എവിടെന്ന്? അനാഥാലയത്തിൽ നിന്ന്. നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട, നിന്നെ ആരും കൊണ്ടുപോകില്ല. ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ? Yes. ഗെറ്റ് റെഡി. കുരു അമ്മേ, മാജിക്കിലാമ്പ ഇതാ അവനിരിക്കുന്ന കസേരയായിരിക്കും. അല്ല, ഇവിടെയായിരിക്കും കിടന്നുറങ്ങുന്നത്. മണത്ത് നോക്കാം. ഓഹോ, ഇതാണ് അവൻ കളിക്കുന്ന ടെമ്പിൾ ടെന്നീസ്. കൈകൊണ്ടെടുക്കണ്ട. അവന്റെ ഡ്രസ്സിന്റെ അതേ വേണം. ഈ പില്ലോ 1, 2, 4 ആട്ടി വെച്ച് നോക്കുമ്പോ കറക്റ്റാ. കറക്റ്റ് പില്ലോ. അയ്യോ, ഒരാൾക്ക് 2 നേടല്ലോ. സലാം. ഏക്കണ്ട് ആശാക്കാലക്ക് ബെസ്റ്റ് ടൈമിംഗ്. പൂർത്തി. എന്താ എന്താ? ഒന്നുമില്ല. അള്ളി കൊണ്ടടാ. എന്താ, എന്ത് പറ്റി? പോടാ ചാടോ. അയ്യോ, എന്താ എന്താടാ? അവിടെ പോയി കിടക്കണോ? ഇതിന്റെ അടിയിലുമില്ല. സച്ചി വിളിച്ചു.
കൊല്ലക്കുടിയിൽ സൂചി വെക്കാൻ വന്നാൽ തിങ്ങളിരിക്കും. ആരാടാ നീ? ഞാൻ ഇച്ചു നോക്ക്. എന്ത് കോപ്പ്? കോപ്പല്ല, ഇച്ചു നോക്ക്. നിനക്ക് എന്താണ് ഇവിടെ കാര്യം? കാണാതായ ആൾക്കാരെ കണ്ടുപിടിക്കല എന്റെ ജോലി. ആ, കുട്ടിയെ പിടിച്ചോണ്ട് പോകാൻ അനാഥാലയത്തിൽ നിന്നും വന്നവൻ. എന്റെ പൊന്ന് പ്രദേശ്, ഞാൻ അനാഥാലയത്തിൽ നിന്ന് വന്നതല്ല, അവൻ അനാഥനും അല്ല. വേണ്ട വേണ്ട, കൊല്ലക്കുടി സൂചി വെക്കല്ലേ. ഈ കൊല്ലം കുറെ നേരമായില്ല സൂചിപ്പിക്കാൻ തുടങ്ങിയിട്ട്. വിചാരിക്കില്ല ഞാൻ. നിങ്ങൾ എന്നെ വിശ്വസിക്ക്, ഞാൻ നിങ്ങളെ വിശ്വസിക്കാം. അവന് അച്ഛനും ഉണ്ട്, അമ്മയുണ്ട്. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ അവനെ വിളിക്ക്. ജോജി, ജോജി ജോജി അയ്യോ, അവന്റെ പേര് ജോജി എന്നല്ല, സച്ചിൻ. സച്ചിൻ. സച്ചിൻ സച്ചിൻ